30-40 വർഷമൊക്കെ ഗൾഫിൽ ജോലി ചെയ്തിട്ട് ഒരു നയാ പൈസയുടെ സമ്പാദ്യം പോലും ഇല്ലാത്ത ഒരുപാട് പ്രവാസികൾ നമുക്ക് ചുറ്റുമുണ്ടല്ലേ. അവരുടെ കഥനകഥകൾ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് മുതൽ തെരുവിലൂടെ ഇറങ്ങി നടക്കുന്ന കറങ്ങി നടക്കുന്ന കാഴ്ചകളടക്കമുള്ള ദൃശ്യങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുമുണ്ട്. വളരെ ദയനീയമായ കാഴ്ചയാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാനിങ്ങിലുള്ള അപാകതയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റാറ്റസ് നിശ്ചയിക്കുന്നത് ഒരിക്കലും നാട്ടുകാരോ വീട്ടുകാരോ ആയിരിക്കരുത്. നമ്മൾ എങ്ങനെ പോകണം, ഓട്ടോക്ക് പോകണോ, സൈക്കിളെടുത്ത് പോകണോ, ബസ്സിന് പോകണോ, പുതിയ കാറ് വാങ്ങിച്ചു പോകണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം നമ്മളിൽ തന്നെ നിക്ഷിപ്തമായിരിക്കണം. അതൊരിക്കലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കരുത്. കാരണം നമ്മുടെ കീശയിലെ കാശിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ ഒരുപാട് അടിച്ചേൽപ്പിക്കലുകളുണ്ട്. ഒരു പ്രവാസിയായി കഴിഞ്ഞാൽ ഒരു മിനിമം ഇത്രയെങ്കിലും ചെയ്തിരിക്കണമെന്നുള്ള ഒരു അലിഖിത നിയമം, അത് നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വളരെ കർശനമായി നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഒരു കുറച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു മരുന്ന് വാങ്ങിക്കാനുള്ള കാശെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ.